ഞങ്ങളെ വെട്ടിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചില്ലേ? ആഹാ, മൂത്രം ഒഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പുറത്തു പോകാൻ തുടങ്ങിയത്. ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകായിരിക്കും. വേണ്ട വേണ്ട, എന്തിനാ? അകത്ത് തന്നെ ഉണ്ടല്ലോ ബാത്റൂം. വാ, എന്റെ കൂടെ വാ. എന്തോന്ന് കടിച്ചാ തരട്ടെ അങ്ങ് മരുന്നോ? ഓ, ആ ഈച്ചയോ? ഓ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെ എത്ര തവണ കടിച്ചേക്കുന്നത്? എന്നാ പിന്നെ എന്റെ റാണി ഈച്ച വല്ലതായിരിക്കും കടിച്ചത്. അതാ അത്ര നീര് വെച്ചത്. കാരണം മെനക്കെടുത്താതെ പോവാൻ നോക്ക്. അതൊക്കെ തീർപ്പിക്കോ 3 പേരും. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ, വിട്ടോ വിട്ടോ വിട്ടോ. മൂത്രം കഴിച്ചില്ലേ? പൊയ്ക്കോ പൊയ്ക്കോ. ആ, അതൊക്കെ പിന്നെ അങ്ങ് മാറിക്കോളും. ഈച്ചയുടെ കടിയൊക്കെ എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ളതാ. പോവാൻ നോക്ക്. ഓ, ഈച്ചയുടെ കടി. കൊച്ചുങ്ങളെ കഴിക്കാൻ വിളമ്പി വെച്ചേക്കുന്നു. വാ. ഈച്ചയോ? മിണ്ടി പോരുത്. വേണമെങ്കിൽ വന്ന് കഴിക്കാൻ നോക്ക് പിള്ളേരെ. നിനക്കൊക്കെ കഴിക്കാൻ വേണ്ടേ? വേണ്ട, ആരാന്ന് വെച്ചാ വേഗം വരാൻ നോക്ക്. അവന്മാര് പൊട്ടന്മാരാന്ന് അവന് മനസ്സിലായി കാണോ? അതാ അവന് ഇത്ര ഹാപ്പി ആയിട്ട് നടക്കുന്നത്. എന്താ മക്കൾക്ക് വേണ്ടത്? ഇവിടെ വന്ന് ന്യൂഡിൽസ് ഒന്നും കഴിക്കാൻ പോന്നേ. അവന്റെ വീട്ടിലാണെങ്കിൽ ന്യൂഡിൽസ് കഴിക്കുന്ന പറഞ്ഞ പൊരിഞ്ഞടിയാ നല്ല ദിവസം. ഈ പിടിച്ചോണ്ട് വന്നിട്ട് തോന്നും അവന് ന്യൂഡിൽസ് വേണം. ചേട്ടാ, എനിക്കാണെങ്കിൽ ബിരിയാണി മതി. ഓ, ബിരിയാണി ഏത് ബിരിയാണി വേണം? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഏത് ബിരിയാണി വേണം? പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ എത്തിക്കാം. എനിക്ക് ചിക്കൻ ബിരിയാണി മതി. അല്ലെങ്കിൽ വേണ്ട, ചിക്കൻ ബിരിയാണി കഴിച്ചു മടുത്ത്. വീട്ടിൽ വെച്ച് മിക്കവാറും ചിക്കൻ ബിരിയാണി വാങ്ങിക്കും. മട്ടൻ ബിരിയാണി കുറെ നാളായി കഴിച്ചിട്ട്. മട്ടൻ ബിരിയാണി പോരട്ടെ ചേട്ടാ? ആ, ശരി ശരി. ഫുള്ള് വേണോ ഹാഫ് വേണോ? ഫുള്ള് പോരട്ടെ. നിനക്ക് ന്യൂഡിൽസ് മതിയല്ലോ. പാവം ആൾക്കാരില്ലേ? മട്ടേ വാങ്ങി വെറും മണ്ടൻ. ഇയാൾ ഒരു പാവം തോന്നുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ പോലെ ഇങ്ങനെ തരത്തില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ന്യൂഡിൽസ് തരാൻ പറഞ്ഞ വഴക്കല്ലേ? ഇവിടാണെങ്കിൽ ന്യൂഡിൽസ് തരാൻ പറയാ പാചകത്തിനെങ്കിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടുപേർക്കുള്ള ഭക്ഷണം റെഡി. ഇതെന്താ ചേട്ടാ ന്യൂഡിൽസ് എങ്ങനെ കൊണ്ടുവന്നേ? എന്താ ഉണ്ടാക്കാഞ്ഞേ? ചേട്ടാ എന്താ ചേട്ടാ കൊണ്ടുവന്നേ? എന്തിനാ ഈ പച്ച ഇറച്ചി കൊണ്ടുവന്നേ? ഞാൻ കറി വെക്കണോ? ഓ, പിന്നെ നീയൊക്കെ എന്ത് വിചാരിച്ചത്? നിന്നെയൊക്കെ അങ്ങ് ബിരിയാണി ന്യൂഡിൽസ് ഒക്കെ തീറ്റിച്ച് ഞങ്ങളിവിടെ സൽക്കരിക്കുന്നോ? അയ്യോ ചേട്ടാ, ഞാൻ കണി വിശന്നിട്ട് വയ്യ. ബിരിയാണി കൊണ്ടുവന്ന് പറഞ്ഞ് കൊതിടിപ്പിച്ചു. എന്തിനാ നീയൊക്കെ പട്ടിണി അടക്കണം ഇവിടെ. പട്ടിണി. പച്ച വെള്ളം തരത്തില്ല കുടിക്കാന്. ചെക്ക തുടങ്ങിയല്ലേ? ഇന്നലെ വന്നപ്പോ ഇതുപോലായിരുന്നില്ല കരച്ചില്. മിണ്ടരുത്. എന്തായാലും ഉണ്ടാക്കാനുള്ള 2 സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കൊക്കെ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അടുക്കള പോയി ഈ സാധനങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ. ബിരിയാണി ന്യൂഡിൽസും. ഇറച്ചി കൊണ്ടുവച്ചേക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ന്യൂഡിൽസിന്റെ ആണെങ്കിൽ പച്ച ന്യൂഡിൽസ് ഉണ്ടാക്കാത്ത ന്യൂഡിൽസിന്റെ ആ സാധനം മാത്രം കൊണ്ടു കൊടുത്ത്. അങ്ങനെ പറയാം, വേണമെങ്കിൽ വെച്ച് കഴിക്കാൻ അടുക്കളയിൽ പോയി. അയ്യോ, അയാള് കൊള്ളാൻ ആള്. എടി, അയാൾ പറഞ്ഞു നമ്മൾ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കഴിക്കാനല്ലയോ?
പരീക്ഷണ വസ്തുവല്ലേ അവന്. പോടി, എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാം. അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എടി, എനിക്ക് ഇവിടെ ബിരിയാണി ഉണ്ടാക്കി തരുമോ? ആ, നിനക്ക് ബിരിയാണി ഉണ്ടാക്കി തരാം. ആദ്യം കുട്ടുവാനെ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് ബിരിയാണി. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. എന്നാലും അടുക്കളയിലോട്ട് വിട്ടോ. ഹായ് ചേച്ചി, ഇപ്പൊ ന്യൂഡിൽസ് ഉണ്ടാക്കി തരുമല്ലോ. അടുക്കള സൂപ്പർ അല്ലേടി? ശരിയാടി, എല്ലാ സാധനങ്ങളും ഉണ്ട് അടുക്കളയില്. ഇവന്മാര് വേട്ടക്കാരല്ലയോ? ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കൊന്നു വെച്ചാങ്കിൽ പൈസക്ക് ഇഷ്ടംപോലെ കാണുമല്ലോ ഓരോരുത്തർക്കൊക്കെ വിറ്റിട്ടൊക്കെ. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ അടുക്കളയൊക്കെ നല്ല സൂപ്പർ ആക്കി വെച്ചേക്കുന്നത്. ഇതോ, ഇത് മച്ചാടാ. അയ്യേ, മച്ചോ? ബോഡി പൊട്ടി. ഇത് മച്ചല്ലേ, ഇത് ചിമ്മിനിയാ. ഓ സോറി, തെറ്റിപ്പോയി എനിക്ക്. ആ ശരിയാ, ചിമ്മിനിയാ ഇത്. എന്താ ചേച്ചി ചിമ്മിനി വെച്ചേക്കുന്നേ? പുകയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിട്ടാ. എന്താ എന്താ നീ പറഞ്ഞപ്പോ? ഞാൻ പറഞ്ഞെന്തോ പുക ഉണ്ടെങ്കിൽ പുറത്തു പോകാന്. ഐഡിയ. എന്താ ചേച്ചി? എടി, ഒരു ഐഡിയ കിട്ടിയടി. എന്താടി? നീ ഇപ്പൊ പറഞ്ഞില്ലേ ചിമ്മിനി പുക പുറത്തു പോകാനുള്ളതാണെന്ന്? ആ എടി, അപ്പൊ നമുക്ക് പുറത്തു പോയാലോ? എന്താ? ഇത് പൊട്ടി. നമുക്ക് ഈ ചിമ്മിനി വഴി പുറത്തിറങ്ങിയാലോ? നമുക്ക് രക്ഷപ്പെടാം ഇതുവഴി. പറ്റൂടി, കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? നമ്മൾ തെന്നി താഴെ വിടാനോ ഒന്ന് വീണാലോ? എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ആദ്യം കുട്ടുമനെ കയറ്റിയിടാം, നമുക്ക് രണ്ടുപേർ കൂടെ. ശരിയാ, കുട്ടുമനെ ആദ്യം കയറ്റി നോക്കാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ പോകാലോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിട്ട്. ഞാനാണെങ്കിൽ മേലെ കയറി പോകുമ്പോൾ വീഴുമല്ലോ നോക്കാൻ വേണ്ടിയല്ലേ എന്നെ വിടുന്ന ആദ്യം. എടാ, അതുകൊണ്ടല്ല, എന്റെ മണ്ടയ്ക്ക് കിങ്ങിണി കയറും. കിങ്ങിണിയുടെ മുകളിൽ നീ കയറണം. അപ്പൊ നിനക്ക് ഇതിൽ കൂടെ പിടിച്ചു കയറാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെയാടാ. എന്തായാലും കിങ്ങിണി നിന്റെ മുകളിൽ ഞാൻ കയറാം. കുട്ടുമനെ എന്റെ മുകളിൽ കയറാൻ റെഡി ആയിക്കോ. എന്റെ അമ്മ കൊടുക്കത്ത വെയിറ്റാണല്ലോ ഇവക്ക്. നീ പുറത്തൊന്ന് പതുക്കെ ചവിട്ടടി. നീ മുകളിലെ സപ്പോർട്ടിന് വേണ്ടിട്ടൊന്ന് പിടിക്കെങ്കിലും ചെയ്യൂ. ഫുള്ള് എന്റെ പുറത്താ വെയിറ്റ് നിൽക്കുന്നത്. ആ, ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടുമനെ കൂടെ എന്റെ മുകളിൽ കയറുമ്പോ നീ എന്തോന്ന് പറയും? ദൈവമേ, എന്റെ പുറം പൊളിയും തോന്നിന്ന്. എടാ കുട്ടുമനെ, നീ ഈ ചിമ്മിനിക്കകത്തോടെ നുഴഞ്ഞു കയറും മുകളോട്ട്. എന്നിട്ട് ഞാൻ നിന്നെ പൊക്കി കയറ്റി തരാം. ആ ശരി ചേച്ചി. അയ്യോ, ഒന്ന് പെട്ടെന്ന് കയറി പോടാ. ഞാനില്ലെങ്കിൽ ഇപ്പൊ പുറം പൊളിഞ്ഞ് താഴെ കിടക്കും. അയ്യോ, അവ കയറി പോയടി. എടി, നീ അങ്ങനെ തന്നെ നിൽക്കേ, ഇനി ഞാൻ നുഴഞ്ഞു കയറട്ടെ. എടാ കുട്ടുമനെ, നീ എന്റെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റടാ. അവൻ കൈ നീട്ടുന്നുണ്ട്, നീ ഇപ്പം കയറി. അങ്ങനെ അവൻ എന്നെ രക്ഷപ്പെട്ടു. ദൈവമേ, എന്നെ നീ കളയിച്ച് പോവാറുണ്ടെന്നോ? ആ, അവരെന്നെ പിടിച്ചു കയറ്റാൻ കൈ നീട്ടുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ എന്റെ കയ്യെ പിടിച്ച് കയറി പോവാം. ചേച്ചി, എന്നെ ന്യൂഡിൽസ് എടുത്തോ? പിന്നെ അവന് ന്യൂഡിൽസ് എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ഞാൻ ന്യൂഡിൽസ് എടുത്തോണ്ട് കയറാന്? അത് ശരി. എടി, എങ്ങനെ നീ ഞാൻ ഇറച്ചി മാത്രം എടുത്താൽ മതി, ന്യൂഡിൽസ് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. എടി പോടി, നമ്മുടെ പിന്നെ ഞാനൊന്നും ഈ ഇറച്ചി എടുക്കുന്നത്. ഞാൻ ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ച് കയറ്റിയാൽ മതി. ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെടി, കാല് വേദന എടുക്കുന്നു. ഓടി ഓടി. ഓ, എനിക്ക് വയ്യടി, ഓടി ഓടി. നമ്മൾ ഇത്രയും ദൂരം വന്നില്ലേ, ഇനി വരത്തില്ല ചേച്ചി അവര്. ആ പൊട്ടന്മാരിപ്പോ നമ്മളെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. എന്നാലും വീട്ടിലെത്തിയാലേ ഒരു സമാധാനമുള്ളൂ. എന്റെ പൊന്നു കുട്ടുമനെ, നീ വീട്ടിൽ ചെന്നൊന്നും പറയല്ലേ ഈ കാര്യം. നമ്മളെ പിന്നെ കളിക്കാതെ പുറത്തോട്ടൊന്നും വിടത്തില്ല. ഇല്ല ചേച്ചി, ഞാൻ പറയത്തില്ല. ആ, എന്റെ അമ്മ അറിയാൻ കൊല്ലു തന്നെ. നമ്മളെന്തായാലും ഇത്രയും ദൂരം പോകുന്നില്ലേ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് കളിച്ചാലോ?